ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നവംബർ 13, 2024. ഇന്നത്തെ ക്രിക്കറ്റ് അപ്ഡേറ്റ്. നമുക്കറിയാം, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, നമുക്കറിയാം, ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടക്കുന്ന 3ാം T20 മത്സരമാണ്. ഇന്ന് രാത്രി 8:30 മത്സരം ആരംഭിക്കുന്നത്. ആദ്യ T20 മത്സരത്തിൽ സഞ്ജു സാംസൻ്റെ തകർപ്പൻ സെഞ്ചുറിയോടുകൂടി ഇന്ത്യ വിജയിച്ചു. അതേസമയം രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടു. പൊതുവെ ഹാർദിക് പാണ്ഡ്യ ഒഴികെയുള്ള ബാറ്റ്സ്മാൻമാർക്കൊന്നും തിളങ്ങാനായിട്ടില്ല. ഇന്ന് മൂന്നാമത്തെ മത്സരം നടക്കുകയാണ്. നമുക്കറിയാം, ദക്ഷിണാഫ്രിക്കയിലെ എല്ലാ പിച്ചുകളും പേസിനും അനുകൂലമാണ്. അതുപോലെ നല്ല ബൗൺസൊക്കെ ഉള്ള പിച്ചുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിലും നമ്മുടെ ഇന്ത്യൻ കാണികളുടെ ശ്രദ്ധാകേന്ദ്രമാകുന്നത് നമ്മുടെ പ്രധാന പേസ് ബൗളറായ ഹർഷദീപ് സിംഗ് ആയിരിക്കും. ഹർഷദീപ് സിംഗിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് 58 T20 മത്സരങ്ങളിൽ നിന്ന് 89 വിക്കറ്റുകളാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. മറ്റ് പേസ് ബൗളർമാർ ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ ഉള്ളത് ആവേശ് ഖാനും ഹാർദിക് പാണ്ഡ്യയും ആണ്. എന്നാൽ ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ സ്പിൻ ബൗളിങ്ങിനെ കളിക്കാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇന്ത്യൻ ടീമിൽ 3 സ്പിന്നർമാർ കൂടി ഉണ്ട്. ടീമിൽ മാറ്റം വരുത്തുമോ ഇല്ലയോ എന്ന് വൈകിട്ടാകുമ്പോഴേക്ക് അറിയണ്ടാവുകയുള്ളൂ. അതേസമയം മലയാളികളായ കാണികൾ ഉറ്റുനോക്കുന്നത്, വിശേഷിച്ചും നമ്മൾക്കറിയാം, ആദ്യ മത്സരത്തിൽ തകർപ്പൻ സെഞ്ചുറി നേടിയ സഞ്ജു സാംസൺ ഈ തുടർച്ചയായി 2 T20 മത്സരത്തിൽ സെഞ്ചുറി നേടുന്ന ബാറ്റ്സ്മാൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ആളാണ് സഞ്ജു സാംസൺ. അതേപോലെ രണ്ടാമത്തെ മത്സരത്തിൽ 0-ന് പുറത്തായി. അപ്പോൾ ഒരു മോശം റെക്കോർഡും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ വർഷം ഏറ്റവും കൂടുതൽ 0-ന് പുറത്തായ ബാറ്റ്സ്മാൻ എന്ന റെക്കോർഡും കൂടെ അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ മത്സരത്തിൽ നമ്മൾ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം നന്നാവട്ടെ എന്ന് അദ്ദേഹത്തിൽ നിന്നൊരു മികച്ച പ്രകടനം ഒരിക്കൽ കൂടി മലയാളികളായ പ്രേക്ഷകരും പൊതുവെ വിശേഷിച്ച് അതുപോലെ ഇന്ത്യക്കാരായ കാണികളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന അപ്ഡേറ്റ് പറയാനുള്ളത്, നമുക്കറിയാവുന്ന രഞ്ജി ട്രോഫി മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. കേരളം ഹരിയാനയെ നേരിടുന്നുണ്ട്. ആ മത്സരം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. നമുക്കറിയാം, രഞ്ജി ട്രോഫി പോയിൻ്റ് ടേബിളിൽ ഇപ്പോൾ ഹരിയാനയാണ് 1ാം സ്ഥാനത്ത്. ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം 19 പോയിൻ്റ് ഉണ്ട്. കേരളത്തിന് 15 പോയിൻ്റാണ് ഉള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഹരിയാനയെ തോൽപ്പിക്കൽ മുൻപോട്ടുള്ള പ്രയാണത്തിന് ആവശ്യമാണ്. അതേസമയം സമനിലയാവുകയാണെങ്കിൽ വീണ്ടും ഹരിയാന തന്നെ ആയിരിക്കും 1ാം സ്ഥാനത്ത്. പരാജയപ്പെടുകയാണെങ്കിൽ കേരളത്തിന് പുറകിലുള്ള കർണാടകയും ബംഗാളും ഒക്കെ കേരളത്തിനെ മറികടക്കാനുള്ള സാധ്യതയും ഉണ്ട്. ബംഗാൾ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മുടെ ഇന്ത്യൻ പേസ് ബൗളർ മുഹമ്മദ് ഷാമി ഇന്ന് ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും കളത്തിലിറങ്ങുന്നുണ്ട്. ബംഗാൾ ടീമിന് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുക. മുഹമ്മദ് ഷാമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 64 ടെസ്റ്റിൽ നിന്ന് 229 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ 110 IPL മത്സരങ്ങളിൽ നിന്ന് 127 വിക്കറ്റും എടുത്തിട്ടുണ്ട്. ഇന്ന് ഈ ആഴ്ച അദ്ദേഹത്തിന് മികച്ച പ്രകടനം രഞ്ജി ട്രോഫിയിൽ ആവർത്തിക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്കറിയാം, അടുത്ത ആഴ്ച നടക്കുന്ന IPL ലേലത്തിൽ, കാരണം അദ്ദേഹത്തിൻ്റെ ടീമായിരുന്ന ഗുജറാത്ത് ടൈറ്റൻസ് അദ്ദേഹത്തെ ഈ വർഷം റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ആഴ്ച നടക്കുന്ന ഈ IPL വേണ്ടിയുള്ള നമ്മുടെ ലേലത്തിൽ ഉയർന്ന തുക കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത് നമ്മുടെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ കുറിച്ചാണ്. നമുക്കറിയാം, അടുത്ത നവംബർ 22, ഏതാനും ദിവസങ്ങൾക്കകം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 1ാം ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം പെർത്തിൽ വെച്ച് നടക്കും നവംബർ 22-ന്. അപ്പോൾ അതിനു മുമ്പുള്ള പ്രാക്ടീസ് മത്സരം ഒക്കെ ഇന്ത്യ ഒഴിവാക്കിയിട്ടുണ്ട്. പകരം
പരിശീലനം മാത്രമേ ഉള്ളൂ. ഈ പെർത്തിലെ പിച്ച് തയ്യാറാക്കിയ ക്യൂറേറ്റർ ഐസക് മെക്ഡൊണാൾഡ് പറയുന്നത് ഇത് ഒരുപാട് പേസും ബൗൺസും ഉള്ള പിച്ച് തന്നെയാണ് ഇപ്രാവശ്യം തയ്യാറാക്കുന്നത് എന്ന് തന്നെയാണ്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പെർത്തിലെ ഈ സ്റ്റേഡിയത്തിൽ, ഒപ്റ്റസ് സ്റ്റേഡിയത്തിൽ 2017 മുതൽ ടെസ്റ്റ് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഇതുവരെ 4 മത്സരങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. അത് ഒന്ന് ഇന്ത്യക്കെതിരെയും, ഒന്ന് പാകിസ്ഥാനെതിരെയും, ഒന്ന് വെസ്റ്റ് ഇൻഡീസിനെതിരെയും, മറ്റൊന്ന് ന്യൂസിലാൻഡിനെതിരെയും. ഈ 4 ടെസ്റ്റുകളിലും ഓസ്ട്രേലിയ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. കാരണം അതിനുള്ള പിച്ചാണ് അവർ തയ്യാറാക്കുക. വിസിറ്റിംഗ് ബാറ്റ്സ്മാൻമാർക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയാത്ത വിധത്തിൽ അവർ ആത്മവിശ്വാസം തീർക്കുന്ന രീതിയിലുള്ളൊരു പിച്ചാണ് പൊതുവെ ഓസ്ട്രേലിയ ഈ പെർത്തിൽ തയ്യാറാക്കാറുള്ളത്. അതുകൊണ്ട് പരമ്പരയിൽ ആദ്യത്തെ മത്സരം മിക്കവാറും പെർത്തിൽ വെച്ച് തന്നെ എല്ലാ പ്രാവശ്യവും നടത്താറുമുള്ളത്. ഓക്കെ, അടുത്ത അപ്ഡേറ്റുമായിട്ട് വരുന്നതുവരെ നമസ്കാരം. താങ്ക് യു.